Hello, good afternoon. Good afternoon. Good afternoon. Good afternoon. Hello, ready? Hello. കേൾക്കണ്ടോ? ഓക്കെ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി എല്ലാവരും നോട്ടൊക്കെ ഏതാ എടുത്തത്? ഡിപ്പാർട്ട്മെന്റ് എടുത്ത ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ എടുത്ത കഴിഞ്ഞ ദിവസം? Anesthesiology, critical care unit, dermatology, ear, nose and throat, endocrine. ഓക്കെ, അവിടെ വരെയാണ് നമുക്ക് എടുത്തത്. എൻഡോക്രൈനോളജി വരെ അല്ലേ? എൻഡോക്രൈനോളജി വരെ. അതിനകത്ത് ഞാൻ എക്സ്ട്രാ കുറച്ച് നോട്ടൊക്കെ തന്നായിരുന്നോ? ഒന്നല്ലോ അല്ലേ? ചെറുതായിട്ട് ലെൻസ് ഒക്കെ എന്താ പറയാ, ടിയർ ഡക്ട് പ്രോബ്ലം അതൊക്കെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞു. പിന്നെന്താ പറയാ, ഇതൊക്കെ അറിയാലോ നമുക്ക്. പൈനിയൽ അല്ലെങ്കിൽ പൈനിയൽ എന്ത് വേണമെങ്കിൽ പറയാം. നമ്മളുടെ അതൊന്ന് സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കേ. രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി കുറച്ചൊന്ന് നോട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം നിങ്ങള്. പൈനിയൽ എൻഡോക്രൈനോളജി അല്ലെങ്കിൽ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റില് നമ്മൾ വായിച്ചതാണ്. അതായത് എന്തൊക്കെയാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്ന അത് ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തൊക്കെ സിസ്റ്റംസ് ആണ് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്നത്. പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ ഡേ ടു ഡേ അഫയേഴ്സ്. നമ്മളുടെ ഓരോ ദിവസം ദൈനംദിന ഓപ്പറേഷൻസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ശരീരത്തിലെ. ഓരോ ദിവസത്തെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ താളക്രമമൊക്കെ ക്രമീകരിക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പൈനിയൽ ഗ്ലാൻഡിന്റെ പ്രത്യേകത. അതായത് അതാണ് ഏറ്റവും സ്മോളസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ്. ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ നമുക്ക് അതിന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ജൈവ ക്ലോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ. ഒരു ദിവസം നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ ബോഡിയിൽ കൺട്രോൾ ചെയ്യുന്നത് പൈനിയൽ ഗ്ലാൻഡ്സ് ആണ്. അപ്പൊ ഒന്ന് എഴുതി വെച്ചേക്കട്ടെ. പൈനിയൽ, it is the smallest gland
It is the smallest gland which controls controls which controls the day-to-day operations in our body. It is also termed as biological clock. ബയോളജിക്കൽ ക്ലോക്കും എന്ന് നമുക്ക് അതിനെ അറിയപ്പെടാം. പിന്നെ നമ്മള് എന്താ പറയാ, അനസ്തേഷ്യോളജിയിൽ ഒരു കാര്യം, അനസ്തേഷ്യോളജി പറഞ്ഞല്ലോ. എന്താണ് അനസ്തേഷ്യോളജി? അനസ്തേഷ്യയുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് അനസ്തേഷ്യോളജി എന്ന് പറയുന്നത്. സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് അനസ്തേഷ്യ. എത്ര ടൈപ്സ് ഓഫ് അനസ്തേഷ്യ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തേ. എത്ര ടൈപ്സ്? 3 ടൈപ്സ്. ഏതൊക്കെയാണ് 3 ടൈപ്സ്? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. ജനറൽ ആൻഡ് ലോക്കൽ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ എന്നിങ്ങനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതില് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത് ഫേസ് മാസ്കിലൂടെ, ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത് എന്താ പറയാ, ഒരു ഫേസ് മാസ്കിന്റെ ഹെൽപ്പോട് കൂടിയോ അല്ലെങ്കിൽ IV കാനുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ IV കാനുല എന്താണെന്ന് അറിയാലോ അല്ലെ? ഒരു ചെറിയ ട്യൂബ് ലൈക്ക്, ഒരു ഫ്ലെക്സിബിൾ ഒരു ട്യൂബ് ലൈക്ക് ഒരു എന്താ പറയാ ഒരു ഇതാണ്. അത് ഡോക്ടേഴ്സ് നമ്മളുടെ വെയിനിന്റെ അടിയിലേക്ക് പ്ലേസ് ചെയ്തിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ ബ്ലഡ് എടുക്കാനോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി എടുക്കാനോ അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഈ പറഞ്ഞ പോലെ അനസ്തേഷ്യസ് ഒക്കെ കൊടുക്കുന്ന അതിലും കൂടിയാണ്. പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് എന്താ പറയാ IV കാനുലാസ് ആണുള്ളത്. കാനുലാസ് ആണുള്ളത്. ഒന്ന് IV കാനുലായും ഒന്ന് നെയ്സൽ കാനുലായും കേട്ടോ. മുക്കി കൂടിയൊക്കെ ഇത് ഇട്ടിട്ട് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഒന്ന് എഴുതി വെക്കാം കേട്ടോ. കാനുല, CANNULA, കാനുല ഡിഫൈൻ ചെയ്ത് എഴുതി വെച്ചേക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് short flexible tube that doctors place into the vein. Place, PLACE, place into the vein. Place into the vein. ഒരു ഹൈഫൻ ഇട്ടിട്ട് ചെയ്ത 2 types of cannulas. 2 types of cannulas, namely NAMELY, namely അതിന്റെ പേരാണ് IV cannulas and nasal cannulas. IV cannulas and nasal cannulas. ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് എന്താ പറയാ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ചോദിക്കാം. അപ്പൊ അതെന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കാം. അനസ്തേഷ്യോളജിയിലാണ് നമ്മൾ IV കാനുലാന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഈ 2 ടൈപ്പിലാണുള്ളത്. ഒന്ന് IV കാനുല എന്ന് പറയപ്പെടുന്നതും അതുപോലെ നെയ്സൽ കാനുല എന്ന് പറയുന്ന മറ്റൊന്നും. ഈ 2 ടൈപ്പ്. അതിന്റെ കളേഴ്സ് അനുസരിച്ചൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആ ട്യൂബ്സിന്റെ ഒക്കെ ഇതൊക്കെ. അപ്പൊ സാധാരണ നമ്മുടെ വെയിൻസിൽ പ്ലേസ് ചെയ്തിട്ടാണ് അവരുടെ കാര്യങ്ങൾക്ക് അനസ്തേഷ്യ കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി പിന്നെന്താ നമ്മൾ പറഞ്ഞ ഓട്ടോലറിംഗോളജിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ നമ്മള്. എന്താണ് ഓട്ടോലറിംഗോളജിസ്റ്റ് എന്ന് പറഞ്ഞ? എന്താന്നാ പറഞ്ഞത്? ഓട്ടോലറിംഗോളജിസ്റ്റ് ആരാണെന്നാ പറഞ്ഞില്ലേ? സർജൻ. സർജൻ എന്ന് പറയാമോ? എന്ത് സർജനാ? ENT സർജൻ അല്ലെ. അപ്പൊ ENT സർജൻ ആരാണ്? ENT സർജൻ. ഇത് സർജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്ന ENT വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റിനെയാണ് നമ്മള് ഓട്ടോലറിംഗോളജിസ്റ്റ് അങ്ങനെ തന്നെ ഓർമ്മിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇയറിനോ അതിനകത്ത് കുറച്ച് അവര് ഡീൽ ചെയ്യുന്ന ഏതൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ഇവിടെ ചെയ്യപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ എൻഡോക്രൈനോളജി സിസ്റ്റത്തിലും
അതേപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുക, ഡയബറ്റീസ്, ന്യൂട്രീഷൻ സംബന്ധമായിട്ടുള്ളത്, പിന്നെ എന്താ പറയുക ഓസ്റ്റിയോപൊറോസിസ്, ദാറ്റ് മീൻസ് കാൽഷ്യം ഡിസോർഡർ കൊണ്ട് അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന എന്താ പറയുക അസ്ഥിക്ഷയം, അതൊക്കെയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് വിളിക്കുക. പിന്നെ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്. അപ്പൊ ഈ ഗൊണാഡ് എന്താണെന്ന് ഒന്നവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് എഴുതി വെക്കുക. ഗൊണാഡ് ഒരു ഹൈഫനേറ്റഡ് ചെയ്ത GONAD ആണ് കേട്ടോ, ഗൊണാഡ് ഒരു ഹൈഫനേറ്റഡ് ചെയ്ത സെക്ഷൽ ഹോർമോൺസ് ആണ് കേട്ടോ അത്. സെക്ഷൽ ഹോർമോൺസ് ഫോർ റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന എന്താ പറയാ സഹായകമായിട്ടുള്ള സെക്ഷൽ ഹോർമോൺസ് ആണ്. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത്, പിന്നെ എന്താ പറയാ തൈറോയിഡ് ആയിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഹൈപ്പറും ഉണ്ട്, എന്താ പറയാ ഹൈപ്പോയും ഉണ്ട് അല്ലെ, രണ്ട് രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത്, പിന്നെ ട്രാൻസ്ജെൻഡറും ഇന്റർസെക്സ് മെഡിസിൻസ്, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ, ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എൻഡോക്രൈനോളജി സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഇന്നത്തെ പോർഷനിലേക്ക് പോകാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, പഠിച്ചില്ലേ? എത്ര എണ്ണം പഠിച്ചു നിങ്ങൾ? എത്ര ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു എന്ന് പറയാമോ? ഔട്ട് പേഷ്യന്റ് സർവീസസിൽ എത്ര ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു നമ്മള്? പറയേ. കാർഡിയോളജി. ആദ്യം പഠിച്ചത് കാർഡിയോളജി ആണോ? അല്ല, കാഷ്വാലിറ്റി. കാഷ്വാലിറ്റി. പിന്നെ കാർഡിയോളജി, അനസ്തേഷ്യോളജി, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU, ഡെർമറ്റോളജി, നോസ് ആൻഡ് ത്രോട്ട്, എൻഡോക്രൈനോളജി. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നോട്ട് കാണാൻ പറ്റുണ്ടോ നിങ്ങൾക്ക് സ്ക്രീനില്? ഇല്ല. ഇല്ലേ? ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന സ്ക്രീനിൽ ഇല്ല. കാണാത്ത സെക്കൻഡ് കേട്ടാ. ഞാൻ ആളെ വിളിക്കാം. റിജോ എന്ന് പറഞ്ഞേ. ഇത് ഇവിടെ വന്നിട്ടുള്ളൂ അവർ, പക്ഷെ അവർ കാണില്ല ഈ സ്ക്രീൻ, അവർ കാണില്ല. എനിക്ക് തോന്നണേ ഇത് ഇവിടെ വന്നിട്ട് ശരിയായിരിക്കും. ഇപ്പൊ കാണണ്ടോ നോക്കിയേ പിള്ളേരെ? കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പരിചയപ്പെടാം. ഏതാണത്? ജെറിയാട്രിക്സ്. എന്താന്നാ നമ്മൾ പറഞ്ഞേ? ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തായിരുന്നു? നമ്മൾ ക്ലാസ്സുകളിന്റെ ചെറിയതായിട്ട് നമ്മൾ പറഞ്ഞ് പരിചയപ്പെട്ടത്. എന്താണ് ജെറിയാട്രിക്സ്? ഡിപ്പാർട്ട്മെന്റ്
where the hospital is equipped with the specialized medicines for elderly people ആണ് അല്ലെ. അതായത് പ്രായം ചെന്നവർക്ക്, അതായത് ഇത്തിരി പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുമല്ലോ ആളുകൾക്ക് അല്ലെ. അപ്പൊ അത്തരം രോഗങ്ങൾക്കുള്ള ഒരു എന്താ പറയാ ചികിത്സകൾ, അത്തരം ഒരു വിഭാഗത്തെ മാത്രം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരുപാട് രോഗങ്ങൾ ഈ നമ്മൾ ഓൾഡ് ഏജിൽ നമുക്ക് വരുന്നതാണ്. അപ്പൊ അത്തരം രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് വിഭാഗമാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് വിച്ച് ഈസ് ഒക്കേർഡ് ടു ഓൾഡ് പീപ്പിൾ അല്ലെ. ഈ പ്രായം ചെന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സാധാരണയായിട്ട് അത്തരം ഉണ്ടാകുന്ന ചില അസുഖങ്ങളുടെ പേരുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഏതൊക്കെയാന്ന് നോക്കിയേ, കാണണ്ടല്ലോ സ്ക്രീനിൽ, ഒന്ന് വായിക്കാമോ? എന്താ അത് സ്ക്രീൻ കാണണ്ടോന്ന് അറിയാനാ. ഹലോ, സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഏതൊക്കെ രോഗങ്ങളാ ജെറിയാട്രിക്സിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ രോഗങ്ങളാകാം എൽഡർലി പീപ്പിളിന്? സ്ട്രോക്ക്, ഗാസ്ട്രോഎൻട്രോളജി, diabetes, locomotor problems, syncope and ഡിസീസ് അല്ലെ. സ്ട്രോക്ക് നമുക്കറിയാം, സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു വാക്ക് തന്നെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് പെട്ടെന്നൊക്കെ എന്താ പറയാ BP ഒക്കെ ഇതായി പോയിട്ട് ഹൈ ആവുകയോ ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് പാരലൈസ്ഡ് ആയി പോകുക അല്ലെ, ഒരു വശമൊക്കെ തളർന്നു പോകുക. സ്ട്രോക്ക് ഒക്കെ വരുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ അടിച്ചു കയറി കോമാ സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പ്രായം ചെന്ന് കഴിയുമ്പോൾ എപ്പോ വേണമെങ്കിലും വരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ്. അപ്പൊ എൽഡർലി പീപ്പിളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് സ്ട്രോക്ക്. അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് നൽകപ്പെടുന്നത്. പിന്നെന്താ ഗ്യാസ്ട്രോഎൻട്രോളജി. ഗ്യാസ്ട്രോഎൻട്രോളജി മീൻസ് ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈൻസ്. നമ്മളുടെ എന്താ പറയാ വയറ്, അതുപോലെ തന്നെ ആമാശയ സംബന്ധമായിട്ടുള്ളത്, അതുപോലെ ഇൻഡസ്റ്റൈൻസ്, അതായത് ലാർജ് ഇൻഡസ്റ്റൈനും സ്മോൾ ഇൻഡസ്റ്റൈനും ഒക്കെ ഉണ്ടല്ലോ, വൻകുടലും ചെറുകുടലും ഒക്കെ ആമാശയൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതും ഈ എന്താ പറയാ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എഴുതാൻ സമയം തരാം കേട്ടോ. അടുത്തത് ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിൽഡപ്പ് ഓഫ് ഷുഗർ അല്ലെ ഇൻ ബ്ലഡ് സ്ട്രീം. നമ്മുടെ എന്താ പറയാ ബ്ലഡിനകത്ത് ഷുഗറിന്റെ കണ്ടന്റ് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് വിളിക്കുക. ഷുഗർ എന്ന് നമ്മൾ സാധാരണ നോർമൽ ഭാഷയിൽ വിളിക്കും. അതായത് ഷുഗർ ബിൽഡപ്പ് ചെയ്യാണ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിനകത്ത്, ബ്ലഡിലേക്ക് കടക്കുകയാണ്. ഇത് ഓട്ടോമാറ്റിക്കലി എല്ലായ്പ്പോഴും നമ്മുടെ ശരീരത്തില് എന്താ പറയാ ഷുഗർ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന്, അതായത് ചോറ് കഴിക്കുക, അല്ലെങ്കിൽ ചായ ഇഷ്ടം പോലെ കുടിക്കുക, അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മധുരമൊക്കെ ഇട്ടത് ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആ ഷുഗർ കണ്ടന്റിന്റെ അളവ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. കുറച്ചൊക്കെ അളവുകൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാം ഒരു നോർമൽ റേറ്റ് അളവില് എന്താ പറയാ വേണം എന്നുള്ളതാണ്. ആവശ്യത്തിന് വേണം, പക്ഷെ ഇനഫായിട്ട് വേണം. പക്ഷെ അതിൽ കൂടുതലാകുമ്പോഴാണ് അതൊക്കെ നമുക്ക് എന്താ പറയാ അസുഖങ്ങളായിട്ട് മാറുക. എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഷുഗറിന്റെ കണ്ടന്റും ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമ്മളിപ്പോ അതൊക്കെ കഴിക്കുകയും എന്നാൽ നമ്മൾ എന്താ പറയാ എക്സസൈസ് ചെയ്യാതെയോ അല്ലെങ്കിൽ മറ്റ് ആ ഒരു ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതിന്റെ അംശമൊക്കെ നമ്മൾ ശരീരത്തിൽ നിന്നും വർക്ക്ഔട്ട് ചെയ്ത് പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് അവിടെ ബിൽഡപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്നത് എന്തിന് ഇടയാക്കും? ഡയബറ്റീസിന് ഇടയാക്കും. അപ്പോ ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ഷുഗർ കണ്ടന്റ് ചെല്ലുമ്പോൾ അതിനെയൊക്കെ എന്താ പറയാ അറ്റാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ നമ്മുടെ ശരീരത്തിൽ തന്നെ അതിനെ പ്രതിരോധിക്കുന്ന, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഇൻസുലിൻ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഏജ്, നമ്മളുടെ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയും. ശരീരത്തിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിയുമ്പോഴും നമ്മളത് ബോധർ ചെയ്യാതെ നമ്മളിപ്പോ കൂടുതൽ ഷുഗർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിലേക്ക് പോകും? ഡയബറ്റീസിലേക്ക് പോകും. അപ്പൊ അന്നേരം നമ്മുടെ ഒരു പ്രായമൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പല സാധനങ്ങളുടെയും അളവുകൾ കുറയും. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പലതും റെസിസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളെയും റെസിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധി വരെ, ഒരു പ്രായം വരെയൊക്കെയാണ്. പക്ഷെ ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷവും നമ്മൾ അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മുടെ പ്രായത്തെ ഒന്നും മാനിക്കാതെ നമ്മൾ വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഇറ്റ് അഫക്ട്സ് അവർ ബോഡി ആൻഡ് ഇറ്റ് വിൽ ഗോ ടു ഡയബറ്റീസ്. അത് ഡയബറ്റീസിന് കാരണമാകുകയും ചെയ്യും. അപ്പൊ അങ്ങനെ
വരുമ്പോഴാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുമ്പോൾ ഡയബറ്റീസ് ഒക്കെ ഭയങ്കര ഹൈ ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും ഇൻസുലിൻ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തിൽ പുറത്തുനിന്ന് നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻജെക്ട് ചെയ്ത് കയറ്റണം എന്നുള്ളത്. അങ്ങനെ ഇൻസുലിൻ ഇൻജെക്ട് ചെയ്ത് ആണ് എന്ത് ചെയ്യുന്നത്, ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക. അപ്പൊ അത്തരം രോഗങ്ങളൊക്കെ ജെറിയാട്രിക്സ് വിഭാഗത്തിലാണ് വരിക. കാരണം ഒരു ഏജ് കഴിഞ്ഞിട്ടാണ് ഇത്തരം രോഗങ്ങൾ വരിക എന്നൊക്കെയാണ് നമ്മൾ പണ്ട് ഇപ്പോഴൊക്കെ അസ്യൂം ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് ഒരുപാട് എന്താ പറയാ കൊച്ചുകുട്ടികളും അടങ്ങി ഒരുപാട് ഈ സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഷേക്കുകളായാലും മിഠായികളായാലും സ്വീറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നവരാണ്. ചെറുതിലെയും ഇതുപോലെയുള്ള ഡയബറ്റീസ് വരാൻ സാധ്യതകൾ ഇപ്പോഴും കൂടുതലുണ്ട്. ഇനി ലോക്കോമോട്ടോസ് പ്രോബ്ലം. എന്താ ലോക്കോമോട്ടോസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബിലിറ്റി ഫങ്ഷൻസ് അവതാളത്തിലാകും ഈ വയസ്സായി കഴിയുമ്പോൾ. മൊബിലിറ്റി ഫങ്ഷൻസ് പറഞ്ഞാൽ മൂവ് ചെയ്യാനുള്ളത്, സജസ് എഴുന്നേറ്റ് കുറെ നേരം നിൽക്കാൻ പറ്റില്ല, കുറെ നേരം ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല, പിന്നെന്താ പറയാ നമുക്ക് നടത്തത്തിന് ജയറ്റിനൊക്കെ എന്താ പറയാ മൂവ്മെന്റിനൊക്കെ പലതരത്തിലുള്ള ചലനങ്ങൾക്ക് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ, അവിടെ ഇവിടെയൊക്കെ വേദനകൾ അനുഭവപ്പെടുക, ഇതൊക്കെയാണ് ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്. അതും വയസ്സായതിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്, അല്ലെങ്കിൽ അവരുടെ രോഗങ്ങളാണ്. പിന്നെ എന്താണ്, സിങ്കോപ്പ് ആണ്. എന്താ സിങ്കോപ്പ് എന്ന് പറയുന്നത് ഒരു തരം തലചുറ്റലാണ്, ഫെയിന്റിങ് അവസ്ഥയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ എന്താ പറയാ ഓക്സിജൻ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് ഹാർട്ടിലേക്കൊക്കെ ബ്ലഡ് പ്രഷർ വളരെയധികം ലോ ആകുന്ന സമയത്ത്, ഡൗൺ ആകുന്ന സമയത്ത് ഹാർട്ടിലേക്ക് ഓക്സിജന്റെ ആ ഒരു എന്താ പറയാ പമ്പിങ് കുറഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫെയിന്റിങ് അവസ്ഥ വരും, അതായത് തലചുറ്റൽ. അതിനെയാണ് നമ്മൾ സിങ്കോപ്പ് എന്ന് വിളിക്കുക. അത് തലചുറ്റലും ഈ പറയുന്ന പോലെ ഇത് ജെറിയാട്രിക്സ് വിഭാഗത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന അസുഖമാണ്. അത് എൽഡർലി പീപ്പിളിന് വരുന്ന അസുഖമാണ്. പിന്നെ ബോൺ ഡിസീസ്, അസ്ഥിക്ഷയങ്ങളൊക്കെ, അസ്ഥിക്കൊക്കെ തേയ്മാനങ്ങൾ വരിക, മുട്ടിന് തേയ്മാനം, അയ്യോ കാലിൽ നടക്കാൻ വയ്യ, 2-3 അടി നടക്കുമ്പോൾ വേദന, അവിടെ ഇവിടെയൊക്കെ ഇരിക്കണം, കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ വയ്യ, അങ്ങനെയൊക്കെ. അപ്പൊ ഇതൊക്കെ ബോൺ പ്രോബ്ലംസ് വരുന്നത് ജെറിയാട്രിക്സ് വിഭാഗത്തിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുക. അപ്പൊ ഇതൊക്കെയാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ ട്രീറ്റ്മെന്റ് ഗിവൺ ഓർ ജെറിയാട്രിക് മെഡിസിൻ ഈസ് ഗിവൺ ടു ദ എൽഡർലി പീപ്പിൾ ആൻഡ് എ വൈഡ് റേഞ്ച് ഓഫ് ഇൽനസ് ആർ ട്രീറ്റഡ് അണ്ടർ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി, ഡയബറ്റീസ്, ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്, സിങ്കോപ്പ് ആൻഡ് ബോൺ ഡിസീസസ് എന്നൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ മനസ്സിലായല്ലോ. ജെറിയാട്രിക്സ് എന്താണെന്ന് മനസ്സിലായോ? എങ്കിൽ നമുക്ക് അതിന്റെ ചെറിയ മനസ്സിലായെന്നാണോ? ഓക്കെ. അപ്പൊ വേഗം അങ്ങോട്ട് എഴുതി വെച്ചേക്കട്ടാ. ആ സ്ട്രോക്ക് ഒക്കെ അറിയാം എല്ലാവർക്കും. അപ്പൊ അതൊന്നും എഴുതണമെന്നില്ല. ഗ്യാസ്ട്രോഎൻട്രോളജി ഒന്ന് എഴുതാം, ഒരു ഹൈഫൻ ഇട്ടിട്ട് അവിടെ എഴുതി വെക്കും. നിങ്ങളുടെ കയ്യിൽ നോട്ട് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ അതുമ്പോൾ തന്നെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക്, ഞാൻ പറഞ്ഞിരുന്നു ഓരോ ടീച്ചർമാരുടെ പേര് എഴുതി ഒരു നോട്ട്ബുക്ക് അവിടെ വെച്ചാൽ എളുപ്പമായിരിക്കും. നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഓരോന്ന് നോട്ട് ചെയ്ത് ലാസ്റ്റ് വരുമ്പോ ഏതൊക്കെ ടീച്ചേഴ്സിന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കാനൊക്കെ എളുപ്പത്തിനാണ് കേട്ടോ. അതിനൊക്കെ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ. ഗ്യാസ്ട്രോഎൻട്രോളജി മീൻസ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു, ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം, പ്രോബ്ലംസ് റിലേറ്റഡ് ടു സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻസ്. പ്രോബ്ലംസ് റിലേറ്റഡ് ടു സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻസ്. Stomach and intestines, INTESTINES. ഇതെയാ. ഇതിലോ അടുത്തത് ഡയബറ്റീസ്. തീർന്നില്ല, ഇത് തീർന്നില്ലെങ്കിൽ പറയണോട്ടാ, എന്നാലും എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും, നിങ്ങൾ എഴുതിയെന്ന് ആയിരിക്കും വിചാരിക്കുക. ഡയബറ്റീസ് ഒരു ഹൈഫൻ ഇടാ. ഷുഗർ ബിൽഡ് അപ്പ് ഇൻ ബ്ലഡ് സ്ട്രീം. ഇത് തരുന്ന എക്സ്ട്രാ നോട്ടുകൾ നിങ്ങൾ പഠിക്കുകയും വേണം, വായിക്കുകയും വേണം. കാരണം അതിൽ നിന്നുകൂടിയൊക്കെ അതൊക്കെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അല്ലാത്തതൊന്നും നമ്മൾ പറയാം. എക്സ്ട്രാ ഇത് തരാത്ത നോട്ട് നിങ്ങൾ പഠിക്കട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട് പഠിച്ചാൽ മതി. ഈ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിരിക്കുന്ന നോട്ട്, അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ നോട്ട് തരുമ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയും വേണം, അത് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. ഷുഗർ ബിൽഡപ്പ് ഇൻ ബ്ലഡ് സ്ട്രീം. Sugar build up in bloodstream because of non-production, NON, ഒരു ഹൈഫൻ ഇടാം, non-production of enough insulin. Non-production of enough insulin.
ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്തത് കൊണ്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമില് ഷുഗർ കണ്ടന്റ് ബിൽഡപ്പ് ചെയ്യുന്നതിനെയാണ് ഡയബറ്റീസ് എന്ന് വിളിക്കുക. അടുത്ത ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് ഹൈഫ്രേറ്റഡ് ചെയ്താ problems relating to mobility, mobility, mobility എന്ന് പറഞ്ഞാൽ ചലനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. such as problems relating to mobility such as sit, stand. അധികം നേരത്തെ ഇരിക്കാൻ പറ്റില്ല, ഇനി ഇരിക്കാനൊക്കെ ഇങ്ങനെ ചാരുകസേരയൊക്കെ വേണ്ടി വരും, അങ്ങനെയൊക്കെ. സ്റ്റാൻഡ്, ഗൈറ്റ്, GAIT, നടത്തം എന്നാണ് അതിന്റെ അർത്ഥം. ഗൈറ്റ്, GAIT, എക്സെട്ര. അപ്പൊ ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അടുത്തത് സിങ്കോപ്പ്, SYNCOPE. എഴുതുന്നില്ലേ? ഹലോ, ഓക്കെ. സിങ്കോപ്പ് എഴുതാ. because of too low blood pressure, heart, HEART, heart doesn't pump, PUMB, doesn't pump enough oxygen to brain, ആവശ്യത്തിന് ഓക്സിജൻ ബ്രെയിനിലേക്ക് ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം അവസ്ഥ, അതാണ് തലചുറ്റല്, ഇങ്ങനെ ഒരു ഇതുപോലെ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ജെറിയാട്രിക്സിൽ വരിക. ഇനി ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ പ്രൊവൈഡ്സ് സം ഹെൽപ്പ്, അതായത് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കിട്ടുന്ന മറ്റു തരത്തിലുള്ള ഹെൽപ്പിംഗ് സർവീസസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്, അതായത് വീടുകളിലൊക്കെ ചെന്നിട്ട് എന്താ പറയാ ചില ട്രീറ്റ്മെന്റുകളൊക്കെ, ചില രോഗികളെ നമുക്ക് ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. പണ്ടൊക്കെ ഡോക്ടേഴ്സ് വീടുകളിൽ വന്നിട്ട് ഇത്തരം ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ വന്ന് ട്രീറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ വളരെ കുറവാണ്. എങ്കിലും ചില ഹോസ്പിറ്റൽസിൽ ഇതിന് പ്രത്യേകം യൂണിറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റുകളും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ വിച്ച് വിൽ ഗിവ് സഫീഷ്യന്റ് എക്യുപ്മെന്റ്സ്, അതായത് ഈ ഇത്തരം രോഗികളൊക്കെ കിടക്കുന്ന സമയത്ത് കിടപ്പിലായ രോഗികൾക്ക് അവര് ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിൽ നിന്നും പല എന്താ പറയാ അവർക്ക് ആവശ്യം വേണ്ട ചില എക്യുപ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വാട്ടർ ബെഡ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെ, വാട്ടർ ബ്രെഡ്, അതായത് ബെഡിനകത്ത് ഈ ആളുകൾക്ക് നമ്മുടെ സാധാരണ ബെഡിൽ കിടക്കുമ്പോൾ ഇവരുടെയൊക്കെ ഇങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് കിടക്കുന്ന രോഗികളൊക്കെ ആകുമ്പോൾ അവരുടെ സ്കിന്നിനൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വരും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് വാട്ടർ ബെഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിൽ നിന്ന്. ചിലപ്പോൾ ചില കട്ടിലുകളോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള യൂറിനറി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളും ഈ ഒരു ജെറിയാട്രിക് വിഭാഗത്തിൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് വിത്ത് അതർ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് എന്നാണ്. ഈ എന്താ പറയാ, ഇപ്പൊ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റി സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഓൾഡ് ഏജ് ഹോമുകൾ ഉണ്ടാകാം, ഓർഫനേജസ് ഉണ്ടാകാം. അവിടെയൊക്കെ ഇതുപോലെയുള്ള വയസ്സായ ആളുകളോ ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ പറയുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അപ്പൊ ജെറിയാട്രിക്സ് വിഭാഗം മനസ്സിലായില്ലേ? അടുത്തത് ഏതാണ്? ജനറൽ മെഡിസിൻ ആണ്. ജനറൽ മെഡിസിൻ ഓർ ഇന്റേണൽ മെഡിസിൻ എന്നും അതിന് പേരുണ്ട് കേട്ടോ. ഇന്റേണൽ മെഡിസിൻ, ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്ട് ഡിസീസ്. നമ്മളുടെ പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന എന്താ പറയാ അസുഖങ്ങളെ പരിശോധിക്കുക, അവരുടെ രോഗങ്ങൾക്ക് രോഗം എന്താണെന്ന് കണ്ടെത്തുക, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആൻഡ് ഓൾസോ ടു പ്രിവെന്റ്, രോഗം കണ്ടെത്തുന്നു, അതിന് മരുന്ന് കൊടുക്കുന്നു, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു മാത്രമല്ല ചെയ്യുക,
ആൻഡ് ഹൗ ക്യാൻ വി പ്രിവെന്റ്, അതെങ്ങനെ ആ ഒരു രോഗത്തെ തടസ്സം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇന്റേണൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ വിൽ ബി ഹാൻഡിൽ ബൈ എ ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ GP എന്ന് വിളിക്കാം നമുക്ക്. ജനറൽ പ്രാക്ടീഷണർ ആണ് GP എന്ന ഷോർട്ട് ഫോമിൽ പറഞ്ഞേക്കണേ. ഈസ് എ ഫിസിഷ്യൻ, അതൊരു ഫിസിഷ്യൻ ആയിരിക്കും. ബട്ട് he or she will not be a specialized doctor in any particular area. എന്നാൽ ഈ പറയുന്ന GP അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ ഒരു ഫിസിഷ്യൻ ആണ്, പക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തിയല്ല എന്നുള്ളതാണ് ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ജനറൽ പ്രാക്ടീഷണറിന്റെ ആ ഒരു രീതി. മനസ്സിലായല്ലോ? ഇപ്പൊ സാധാരണ ഇപ്പൊ കാർഡിയോളജിസ്റ്റ് ഹു ഈസ് ഹാൻഡ്ലിംഗ് ദ പ്രോബ്ലംസ് ഓഫ് ഹാർട്ട് അല്ലെ, അതാണ് കാർഡിയോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹാർട്ടിന്റെ കാര്യങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ടാണ് കാർഡിയോളജിസ്റ്റ്. ഡെന്റിസ്റ്റ് who cares or looks after the എന്താ പറയാ നമ്മുടെ ടീത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ട്രീറ്റ്മെന്റ് ഡയഗ്നോസിസ് ഒക്കെ നടത്തുന്നതാണ് എന്തെന്ന് വിളിക്കാം, ഡെന്റിസ്റ്റ്. സോ ദാറ്റ് മീൻസ് അവര് ആ ഒരു ഇതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കും. ഇഫ് he or she is not specialized in a particular area of medicine, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്യാത്തവരാണ് ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ നമുക്ക് ഫിസിഷ്യൻ എന്ന് വിളിക്കാം. അപ്പൊ അഡൽറ്റിന്റെ രോഗങ്ങൾക്ക് എന്താ പറയാ, രോഗം കണ്ടെത്തുക, അവർക്ക് മരുന്ന് കൊടുക്കുക, അവരുടെ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് ജനറൽ മെഡിസിൻ. ക്ലിയർ ആയോ? ഇവര് സാധാരണ ചെയ്യുന്നത് ഈ എന്താ പറയാ നമ്മുടെ അവര് സാധാരണ ചെയ്യുന്ന എന്തൊക്കെയാണ് ഹാൻഡിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധാരണ എന്തെങ്കിലും ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ സ്പെഷ്യലിസ്റ്റിനെ തന്നെ ഓടി ചെന്നിട്ട് കാണണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഒരു ചെവിവേദന വന്നു, സാധാരണ ഒരു ചെവിവേദന ആയിരിക്കാം, കണ്ടിന്യൂസ് ആയിട്ടല്ല, ആദ്യമായിട്ട് ഒരു ചെവിവേദന വന്നു. അപ്പൊ നമ്മൾ കുറച്ച് വീട്ടിലൊക്കെ ചില കൈകളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ചെയ്ത് നോക്കിയിട്ട്, പക്ഷെ രക്ഷയില്ല. നമ്മൾ പോയിട്ട് എന്താ പറയാ ENT നേരിട്ട് വേഗം പോയിട്ട് കാണണമെന്നൊന്നുമില്ല. അപ്പൊ ഇതിന്റെ അകത്തേക്കുള്ള വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. ചിലപ്പോ നമ്മൾ ബാത്ത് ചെയ്യുന്ന സമയത്ത് വെള്ളം പോയത് കൊണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം ചിലപ്പോൾ നമ്മൾ ഓക്കെ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കണ്ടാലും മതി, നമ്മളത് കണ്ടിട്ട് പോകുന്നു. പിന്നെയും അത് കുറഞ്ഞില്ല അല്ലെങ്കിൽ വീണ്ടും നമ്മളെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ആ രോഗമെങ്കിൽ മാത്രമേ യു ഹാവ് ടു ഗോ ഫോർ എ സ്പെഷ്യലിസ്റ്റ്. നമുക്കൊരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇവര് സാധാരണയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻസ് നമ്മളെ പരിശോധിക്കുന്നു. ആ ഫിസിക്കലി അവർ കാണുന്ന ചില അടയാളങ്ങൾക്കാണ് അവർ മരുന്ന് തരാൻ ട്രീറ്റ്മെന്റ് ചെയ്യുക. ഇമ്മ്യൂണൈസേഷൻസ്, ഇഞ്ചക്ഷൻസ് എന്താ പറയാ സാധാരണ നടത്താറുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ മാത്രമല്ല ഡിഫറെന്റ് കണ്ടീഷൻസ് ഇൻക്ലൂഡിങ് ഇൽനെസ്, അതായത് പലതരത്തിലുള്ള രോഗങ്ങള്, ഇഞ്ചുറീസ്, മുറിവുകളോ ചതവുകളോ ഒക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സാധാരണയായിട്ട് ഇവർ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ആൻഡ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഷുഡ് ബി MBBS വിത്ത് MD. ജനറൽ മെഡിക്കലില് എന്തുണ്ടായിരിക്കണം, MBBS ഉള്ളവരാണ് ജനറലി ഇത്തരം ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യൻ ആയിട്ട് ജോലി ചെയ്യുക. ജനറൽ പ്രാക്ടീഷണറിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ഫിസിഷ്യന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ്, ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലാതെയുള്ള ജനറൽ പ്രാക്ടീഷണറിന്റെ ക്വാളിഫിക്കേഷൻ എന്താ, MBBS വിത്ത് MD. MBBS വിത്ത് MD ആണ് കേട്ടോ. അപ്പൊ അതാണ് ഓക്കെ. അപ്പൊ നമ്മള് ജനറൽ മെഡിസിൻ എന്താന്ന് കണ്ടു. ക്ലിയർ ആയോ? അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? കുഞ്ഞു ടോപ്പിക് ഉള്ളൂ, അതിനകത്ത് വലിയ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനൊന്നുമില്ല. ജനറൽ മെഡിസിൻ ഇന്റേണൽ മെഡിസിൻ എന്നും അറിയപ്പെടുന്നു. ഇത് സാധാരണ അഡൽറ്റിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൽറ്റ് ഇൽനസ്, അഡൽറ്റുകൾക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇൽനസുകൾ, ഡിസീസുകളെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ജനറൽ പ്രാക്ടീഷണർ ഹു ഈസ് എ ഫിസിഷ്യൻ, ഒരു ഫിസിഷ്യൻ ആയിട്ടുള്ള ജനറൽ പ്രാക്ടീഷണർ ആയിരിക്കും ഈ ഒരു മേഖല കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ഹി ഓർ ഷീ വിൽ നോട്ട് ബി എ സ്പെഷ്യലൈസ്ഡ്, ഒരു സ്പെഷ്യലിസ്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിനിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കില്ല, സ്പെഷ്യലിസ്റ്റ് ആയിരിക്കില്ല. സാധാരണ ഇവരുടെ റുട്ടീൻ ഇവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുക, ഇമ്മ്യൂണൈസേഷൻ ചെയ്യുക. ആൻഡ് അവർക്ക് ഉള്ള യോഗ്യത എന്ന് പറയേണ്ടത് എന്താണ്, MBBS വിത്ത് MD ആണ്. ഇത്രയും കാര്യമാണ് ആ ഒരു കാര്യത്തിൽ പറഞ്ഞത്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഗ്യാസ്ട്രോ എൻട്രോളജി എന്താണ്? നമ്മളുടെ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുമ്പോൾ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് എന്താ പറയാ നമ്മുടെ അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻസ് ആണ്. അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് നമ്മളുടെ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താർത്താകണേ, ദാറ്റ് മീൻസ് ഇവിടെ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് വിൽ ബി റിലേറ്റഡ് ടു അവർ ഈസോഫാഗസ്, stomach, small intestine, large intestine,
അല്ലെങ്കിൽ കോളൻ എന്ന് വിളിക്കും. ലാർജ് ഇൻഡസ്റ്റൈന്റെ മറ്റൊരു പേരാണ് കോളൻ. ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, കോളൻ ആൻഡ് റെക്ടം. കോളൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും റെക്ടം, ദാറ്റ് മീൻസ് ദ എൻഡ് പാർട്ട് ഓഫ് ദ കോളൻ. അതായത് ലാർജ് ഇൻഡസ്റ്റൈന്റെ എൻഡ് പാർട്ട്, അറ്റം, അതായത് വൻകുടലില്ലേ നമ്മുടെ, അതിന്റെ അറ്റത്തുള്ള ഭാഗത്തെയാണ് റെക്ടം എന്ന് വിളിക്കുക. അപ്പൊ ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഉള്ള ട്രീറ്റ്മെന്റും ഡയഗ്നോസിസും ഒക്കെയാണ് ഗ്യാസ്ട്രോ എൻട്രോളജി. ആമാശയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളുടെയും ട്രീറ്റ്മെന്റ് ആണ് നമ്മളുടെ ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ വരും. ഇനി ഇതിനകത്ത് ഈ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വസ്തു, ഒരു എന്താ പറയാ, ഒരു ഡയഗ്നോസിസ് രീതി വരുന്നത് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? എൻഡോസ്കോപ്പി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട്. എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഈ ഒരു വിഭാഗത്തിലാണ് വരിക. കാരണം നമുക്കറിയാം ഈ നമ്മളുടെ ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ പുറമേ കൂടി, വയറിന്റെ പുറമേ കൂടി ഒന്നും നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ അകത്തേക്കുള്ള പരിശോധനകളൊക്കെ നടത്തേണ്ടി വരും. അപ്പൊ അകത്തേക്കുള്ള പരിശോധനകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് രീതിയാണ് എന്തെന്ന് വിളിക്കാം നമ്മള്, എൻഡോസ്കോപ്പി എന്ന് വിളിക്കുക. അപ്പൊ എൻഡോസ്കോപ്പി നടക്കുന്നത് ഈ ഒരു വിഭാഗത്തിലാണെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ നഴ്സസ്, എന്താ പറയാ, ഈ ഒരു വിഭാഗം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ നഴ്സസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്നറിയോ, സ്പെഷ്യൽ നഴ്സസ് പറയാൻ, സാധാരണ നഴ്സസ് ഇപ്പൊ വയറിനകത്തുള്ള പ്രശ്നങ്ങളെ ഡയഗ്നോസിസ് ചെയ്ത് കണ്ടെത്തണം. അത് കണ്ടെത്തുന്നത് ഡോക്ടറുടെ ഡ്യൂട്ടി അല്ല. ഡോക്ടർ ഇപ്പൊ വയറുമായിട്ട് സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വരുന്നു, നമുക്ക് അസുഖം മാറുന്നില്ല, സോ വി വിൽ ഗോ ഫോർ, വീണ്ടും നമ്മൾ എത്തുന്നു, വീണ്ടും അപ്പൊ കുറെ പ്രാവശ്യം ആകുമ്പോൾ വയറുവേദനകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുമ്പോഴൊക്കെ ആയിരിക്കും 2-3 തവണ ചെന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ്, എന്താ പറയാ, ഡയഗ്നോസിസ് നടത്താനായിട്ട് ഡോക്ടർ ആവശ്യപ്പെടുക. അപ്പൊ അത് എഴുതുമ്പോൾ ആ എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ സ്പെഷ്യൽ നഴ്സസ് ഹു ആർ അപ്പോയിന്റഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ്, അവര് ആണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. കാരണം ദേ ഹാവ് ടു മേക്ക് എ വൈഡ് റേഞ്ച് ഓഫ് ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ്. നമ്മുടെ സ്റ്റൊമക്, ആമാശയ സംബന്ധമായിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് അവരാണ് ഈ എൻഡോസ്കോപ്പിയിലൂടെ കണ്ടെത്തി അവര് കാര്യങ്ങൾ ആരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഡോക്ടേഴ്സിന്. അപ്പൊ ഡോക്ടേഴ്സ് ഇത് കൊടുക്കുള്ളൂ, എന്താണ്, ഈ എൻഡോസ്കോപ്പി ആണ് ഇവർക്ക് കൊടുക്കുക. അപ്പൊ അതിലൂടെ മാത്രമേ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ പ്രോബ്ലം, എന്താണ് ശരിയായിട്ടുള്ള കുഴപ്പം എന്ന് മനസ്സിലാക്കണമെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യണം. അപ്പൊ എൻഡോസ്കോപ്പി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പോയിരുന്ന ഡോക്ടറല്ല ചെയ്യണേ. അപ്പൊ അതിന് സ്പെഷ്യൽ നഴ്സസ് ആയിരിക്കും അപ്പോയിന്റ് ചെയ്യപ്പെടുക, പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിൽ. ആൻഡ് ദേ ഷുഡ് ബി കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ്. ഇവർക്ക് ഈ ആമാശയ സംബന്ധമായ ഇൻവെസ്റ്റിഗേഷൻസ്, എന്തുകൊണ്ട് ഈ ഒരു വയറുവേദന നിലനിൽക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ വേദന എടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ അങ്ങനെ എന്തുകൊണ്ട് എന്നൊക്കെ ആ ചോദ്യങ്ങൾക്ക് അവർ സ്വയം ഉത്തരം കണ്ടെത്തണം. അതിനെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വിളിക്കുക. ഞാൻ ചോദ്യം ചോദിച്ചിട്ട് മറ്റുള്ളവര് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ എന്റെ ഇൻവെസ്റ്റിഗേഷൻ ആവില്ല. അപ്പൊ നഴ്സസ് തന്നെ അത് സ്പെഷ്യലി, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്പെഷ്യൽ നഴ്സസ് ടു ബി പോസ്റ്റഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്ന്. സാധാരണ നഴ്സുമാരായിരിക്കില്ല. അപ്പൊ ഇതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും പോസ്റ്റ് ചെയ്യപ്പെടുക. ഇനി എന്താണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത് ഈ ഒരു വിഭാഗത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് സഫറിംഗ് ഫ്രം ഡിസോർഡേഴ്സ് ഓഫ് ലിവറിലെ കരൾ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള എന്താ പറയാ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ഒക്കെ നടത്തുന്ന ഒരു വിഭാഗത്തെ, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തെയാണ് ഹെപ്പറ്റോളജി എന്ന് വിളിക്കുന്നത്. അതൊരു സൈഡായിട്ട് അവിടെ തന്നിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഗ്യാസ്ട്രോഎൻട്രോളജി എന്താണെന്ന് മനസ്സിലായോ? ഗ്യാസ്ട്രോഎൻട്രോളജി ഏത് വിഭാഗത്തിനുള്ള മെഡിസിൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അബ്ഡോമിനൽ അല്ലെ, അബ്ഡോമിനൽ അല്ലെ, നമ്മുടെ മുകളിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കുമാണ്. അത് കണ്ടീഷൻസ് ദാറ്റ് എഫക്ട് ഈസോഫാഗസ്. അത് ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഈസോഫാഗസ് എന്ത് സാധനമാണത്? ഒരു കുഴലാണ് അല്ലെ, ലോങ് ട്യൂബ് ദാറ്റ് ക്യാരീസ് ഫുഡ് പാർട്ടിക്കിൾസ് ഫ്രം ദ ത്രോട്ട് ടു സ്റ്റൊമക് അല്ലെ. നമ്മുടെ ശരീരത്തില് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പദാർത്ഥം, അതായത് അതിങ്ങനെ പൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ചവച്ചരിക്കുന്നു. അത് കൂടാതെയും പിന്നെ അരഞ്ഞു കുഴമ്പ് രൂപത്തിലായിട്ടാണ് സ്റ്റൊമക്കിലേക്ക് എത്തുക. അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും അത് കുറെ പാർട്ടിക്കിൾസ് ആയിട്ട് വീണ്ടും വിഘടിച്ചിട്ടാണ് എത്തുക. അപ്പൊ അതിന് അവിടെ വരെ എത്തുന്ന സമയം കൊണ്ട് അതിന് ഡൈജഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കണം. എന്നാലാണ് നമ്മുടെ വയറിന് പ്രശ്നമൊന്നും ഇല്ലാതെ നടക്കുള്ളൂ കാര്യങ്ങൾ. അപ്പൊ ഒരു ലോങ് ട്യൂബ് ആണ്. അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഒരു ഭാഗമാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലോങ് ട്യൂബ് ഫ്രം അവർ ത്രോട്ട് ടു വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ സ്റ്റൊമക്. സ്റ്റൊമക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ ട്യൂബാണ്. ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചേക്കുക കേട്ടോ അവിടെ. ഈസോഫാഗസ്, OE. ഈസോഫാഗസിൽ O എന്ന അക്ഷരത്തിൽ നിന്നാണ് തുടങ്ങുക.
അപ്പോൾ പക്ഷെ ഓ അവിടെ സൈലന്റ് ആണ്. OESOPHAGUS, ഈസോഫാഗസ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. എ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. തൊണ്ടയിൽ ഇങ്ങനെ പോകുന്നോടത്തോളം തുടങ്ങി ഒരു ഡൈജഷന്റെ ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടായിരിക്കണേ. നമ്മൾ വയറിനകത്തോട്ട് എത്തിയിട്ടല്ല ഡൈജഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കാം. നമ്മൾ കഴിക്കുമ്പോൾ തുടങ്ങി, നമ്മൾ വായിലിടുമ്പോൾ തുടങ്ങി ഡൈജഷൻ പ്രോസസ്സ് തുടങ്ങും. കാരണം സലൈവയിൽ അലിഞ്ഞ് അത് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ പലതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിയുന്നു. അത് നമ്മുടെ തൊണ്ടയിൽ കൂടി നമുക്ക് ഇറക്കാൻ പാകത്തിനാകുമ്പോൾ അവിടെ കൂടി ആ ട്യൂബിൽ കൂടി കടന്നു പോകുന്നു അല്ലെ. അവിടെ ഇവിടെയൊക്കെ തട്ടി 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 ഇങ്ങനെ പോകുമ്പോൾ അതിന് വീണ്ടും ഇങ്ങനെ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. അതാണ് എ ഡൈജസ്റ്റീവ് പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. വീണ്ടും ഒരു ഹൈഫൻ ഇടാ. ലോങ് ട്യൂബ് that carries food from throat to stomach. Food from throat, THROAT, throat to stomach. അപ്പൊ ത്രോട്ടിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് എത്തിക്കാനുള്ള ഒരു ട്യൂബിനെയാണ് നമ്മൾ വിളിക്കുക. പിന്നെ സ്റ്റൊമക്ക് വയറാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലാണ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഓർ കോളൻ അത് വൻകുടലാണ്. ലിവർ പാൻക്രിയാസ് അതൊന്നും എഴുതി വെച്ചേക്കാം. ലിവർ പാൻക്രിയാസ് എന്താണെന്നറിയോ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസിനെയൊക്കെ എന്താ പറയാ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിവുള്ള എൻസൈമുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അങ്ങനെ പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതെന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്ത് ഡൈജസ്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിന്റെ ദഹന പ്രക്രിയയില് അതിന് ഭാഗമാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു എൻസൈം വേണം. അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയാ ലിവർ പാൻക്രിയാസ് എന്ന് വിളിക്കുക. അതൊന്ന് എഴുതി വെക്കാം. പ്രൊഡ്യൂസ് ലിവർ പാൻക്രിയാസ് എന്ന് എഴുതാ. ഒരു ഹൈഫൻ ഇടാ. പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് എൻസൈംസ്, digestive, DIGESTIVE, digestive enzymes that break down പൊടിക്കുക, അരയ്ക്കുക, കുഴമ്പാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. that break down fat, carbohydrates, proteins, etc. Fat, carbohydrates, proteins, etc. കിട്ടിയോ? എഴുതി. ഓക്കെ. ഗ്യാസ്ട്രോഎൻട്രോളജി പറഞ്ഞു. അടുത്ത ഹെപ്പറ്റോളജിയും പറഞ്ഞു. അതായത് അത് ആ ഒരു സെന്റൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സൂപ്പർ സ്പെഷ്യാലിറ്റി വിച്ച് ഡീൽസ് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഹു ആർ സഫറിംഗ് ഫ്രം ദ ഡിസോർഡേഴ്സ് ഓഫ് ലിവറുമായിട്ട് ഉണ്ടാകുന്ന ഡിസോർഡറുകൾക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ ഹെപ്പറ്റോളജി എന്ന് വിളിക്കുക. ഇനി അടുത്ത വിഭാഗം ഏതാ? അടുത്ത വിഭാഗം ഗൈനക്കോളജിയാണ് അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോബ്ലംസ് ഓഫ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളെ കണ്ടെത്തുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തുക, അതിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ഗൈനക്കോളജിയാണ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോബ്ലംസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫിമെയിലുകളാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കറിയാം വിമൻസ് ലൈഫ് അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വിമൻസ് ലൈഫ് ഈസ് മാർക്ഡ് ബൈ യുണിക് ചേഞ്ചസ് എന്നാ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഒരു സ്ത്രീയുടെ എന്താ പറയാ സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് യുണിക് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയരാണ് സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത്, അവരുടെ ജീവിതം എന്ന് പറയുന്നത്. കാരണം ഓരോ ടൈം ടു ടൈം
പല സ്റ്റേജസിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് അവർ ഗ്രോത്ത്, നമ്മളുടെ സ്ത്രീകളുടെ ശരീരത്തിന്റെ വളർച്ചയുടെ എന്താ പറയാ പല പല ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് വേറൊന്നുമില്ല വിമൻ ലൈഫിനെ പോലെ, സ്ത്രീകളുടെ ഒരു ലൈഫിനെ പോലെ വേറൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഫ്രം ദ ടൈം ഓഫ് അറ്റൈനിങ് മെനാർക്ക്, അതായത് നമ്മളുടെ ആർത്തവം ആരംഭിക്കുന്നത് മുതൽ കൺസംഷൻ, അതായത് എന്താ പറയാ സ്പേം ഫെർട്ടിലൈസേഷനെയാണ് നമ്മൾ കൺസെപ്ഷൻ എന്ന് വിളിക്കുക, അണ്ടോൽപാദനം, പ്രഗ്നൻസി പീരീഡ്, ചൈൽഡ് ബർത്ത്, ദെൻ മെനോപോസ്. ആഫ്റ്റർ എല്ലാം കഴിയുമ്പോൾ നമ്മളുടെ ആർത്തവ വിരാമം, മെനോപോസ് എന്ന് പറഞ്ഞ ആർത്തവ വിരാമമാണ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് ഒരു വിമൻ ലൈഫ് കടന്നു പോകുന്നത്. സോ അതിൻ്റെതായ ഇതെല്ലാം തന്നെ മേ ബി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു സ്ത്രീയുടെ എന്താ പറയാ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത് ചിലപ്പോ നേരിട്ടോ അല്ലാതെയോ ഒക്കെ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കാനായിട്ട് ഇടയുണ്ട്. എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ മെനാർക്ക് ഉണ്ടാകാതിരിക്കുക, ചിലർക്ക് എന്താ പറയാ ഒരുപാട് ബ്ലീഡിങ്സ് ഉണ്ടാകുക, ഇതൊക്കെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കാര്യമായിട്ട് ബാധിക്കും അല്ലെ. പുനരുൽപാദനം, അതായത് പ്രത്യുൽപാദനത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സംഭവം ഈ ഒരു സ്റ്റേജസിലൊക്കെ നടക്കാം. അത് ചൈൽഡ് ബർത്തിനെയൊക്കെ പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുക. അപ്പൊ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നേരിട്ടും അല്ലാതെയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ചേഞ്ചസ് ഇഫക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഈസ് നെസസറി വിച്ച് ഫോക്കസ് ഓൺ ദീസ് ഏരിയാസ്. ഇത്തരം റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെനാർക്ക്, മെനോപോസ്, കൺസെപ്ഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വിഭാഗം ഒരു മെഡിസിൻ തന്നെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഈ ഒരു വിഭാഗത്തെ വീണ്ടും മൂന്നായിട്ട്, ഈ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ മൂന്നായിട്ട് ഗൈനക്കോളജി വിഭാഗത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ വൺ ഗൈനക്കോളജി തന്നെയാണ്, രണ്ടാമത്തേത് ഒബ്സ്റ്റട്രിക്സ് ആണ്, മൂന്നാമത്തേത് ഇൻഫെർട്ടിലിറ്റി ആണ്. ഗൈനക്കോളജി വിഭാഗത്തിൽ വരുന്ന മൂന്നെണ്ണം തന്നെയാണ്. ഗൈനക്കോളജി നമ്മൾ പറഞ്ഞു എന്താ പറയാ സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ബാധിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒബ്സ്റ്റട്രിക്സ് എന്താണത്? പ്രസവം എന്താ പറയാ പ്രഗ്നന്റ് ആകുന്നത് മുതൽ പ്രസവ ശേഷം ഉണ്ടാകുന്ന ചികിത്സകൾ വരെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ തൊട്ട് താഴെ പഠിക്കുന്നുണ്ട്, അവിടെ വായിക്കാം. പിന്നെ ഇൻഫെർട്ടിലിറ്റി ആണ്. എന്താ ഇൻഫെർട്ടിലിറ്റി എന്ന് കേട്ടോ? ഇൻഫെർട്ടിലിറ്റി വന്ധ്യത കേട്ടിട്ടുണ്ടോ? അത് കുട്ടികളില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് വിളിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നത്, അപ്പൊ സ്ത്രീകളെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ അവരുടെ ശരീരത്തിന്റെ ഗ്രോത്ത് കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് മൂലം ചില കാര്യങ്ങളിൽ അവർക്ക് എന്തുണ്ടാകുന്നു, റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഇൽനെസ്സുകൾ പലതും ഉണ്ടാകാറുണ്ട്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ചിലതൊക്കെ പുതിയതായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ്, കാരണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, പല പല രീതിയിലാണ്. അപ്പൊ അതൊക്കെ എന്താണെന്ന് കണ്ടെത്തണം, അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്ന് പറയാം. അല്ലാതെ പരമ്പരാഗതമായിട്ട് ഇന്നാള് രോഗം അത് തന്നെയാണ് അടുത്ത ആൾക്കും രോഗം, അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. ഒരാൾക്ക് ഉണ്ടായിരുന്ന രോഗത്തെ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത ആൾക്ക് ഉണ്ടാകുന്ന രോഗം. അപ്പൊ പല കാരണങ്ങൾ കൊണ്ടും പല അസുഖങ്ങളും മാറി മാറി വരുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തി ആ പ്രോബ്ലംസിന് എന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ അത് ഡീൽ ചെയ്ത് അതിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഗൈനക്കോളജി. അതിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി. വന്ധ്യതയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഗൈനക്കോളജി എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത് മെഡിസിൻസ് മാത്രമല്ല സർജിക്കൽ തെറാപ്പീസും കൊടുക്കുന്നുണ്ട്, അതായത് സർജറീസ് നടത്തുന്നുണ്ട്. അതായത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കുക. അതായത് സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അത്രയാണ് ആ ഒരു ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ അതാണ് അതിന്റെ അർത്ഥം. എന്താ പറയാ, ഡിസോർഡേഴ്സ് ദാറ്റ് ഇൻവോൾവ്സ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കിടെ എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് ആണ്. അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവർക്ക്, ഒന്നോ രണ്ടോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കില്ല, ചിലർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താ പറയാ കുറെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അതൊന്ന് ഇതിനകത്ത് ഏതെങ്കിലും വേർഡ്സ് കിട്ടാത്തതില്ലല്ലോ. കൺസെപ്ഷൻ ഒന്ന് വേണമെങ്കിൽ എഴുതിക്കോ, CONCPTION. സ്പേം ഫെർട്ടിലൈസേഷൻ എന്നാണത്. അണ്ടോപാദനം. സ്പേം ഫെർട്ടിലൈസേഷൻ കൺസെപ്ഷന്റെ മറ്റൊരു വാക്കാണ്.
ബാക്കിയൊക്കെ അറിയാലോ. മെനോപോസ് ആർത്തവ വിരാമാണ്, എന്താ പറയാ മെനാർക്ക് ആർത്തവ ആരംഭമാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് മെനോപോസ് ട്ടാ. ഓക്കെ ഓക്കെ, അടുത്തത് ഏതാ? അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ഒബ്സ്റ്റട്രിക്സ് ആണ്. അതുകൂടി ജസ്റ്റ് ഒന്ന് വേഗം പറയാം, അല്ലെങ്കിൽ അടുത്തത് പറയാനുള്ള സമയം ഉണ്ടാവില്ല. ഒബ്സ്റ്റട്രിക്സ് എന്താണ്? ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത് ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി വിച്ച് ഡീൽസ് വിത്ത് ദ മദർ ആൻഡ് ചൈൽഡ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ സർജിക്കൽ ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ കൂടുതൽ നടക്കുക. അതായത് പ്രഗ്നൻസി പീരീഡില്, പ്രഗ്നൻസിയുടെ സമയത്ത്, അതായത് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മ എന്താ പറയാ കുട്ടിയെ സുഖമില്ലാതാകുന്നത് തുടങ്ങി ചൈൽഡ് ബർത്ത് കഴിഞ്ഞു, അതിന് ശേഷവും. അപ്പൊ അതാണ് ഡ്യൂറിങ്, ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ കുട്ടി ഉണ്ടാകുന്നതിന് മുൻപ്, ആ കുട്ടി ഉണ്ടാകുന്ന പ്രൊസീജിയർ ആ നടക്കുന്ന സമയങ്ങളില്, പിന്നെ അതിനുശേഷവും ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സർജിക്കൽ ട്രീറ്റ്മെന്റുകളും മദറിനും ചൈൽഡും ഒരുമിച്ച് കൊടുക്കേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്, അതിലുള്ള ഒരു എന്താ പറയുക സ്പെഷ്യൽ ബ്രാഞ്ച് ആണ് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ AR എന്ന് നമുക്ക് അതിനെ ഷോർട്ട് ആയിട്ട് വിളിക്കാം. AR, അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് എന്താ പറയാ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ്. ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നവർക്ക്, ബോത്ത് മെൻ ആൻഡ് വുമൺ, രണ്ടുപേർക്കും, ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ ആർക്കാണോ എന്താ പറയാ ഈ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഡയഗ്നോസിസ് ചെയ്ത് ഇൻഫെർട്ടിലിറ്റി തെറാപ്യൂട്ടിക് ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ച് ഫെർട്ടിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഈ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. അതായത് കുട്ടികളില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ആർക്കാണോ എന്താ പ്രശ്നം എന്ന് കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് അവരെ ഫെർട്ടൈൽ ആക്കുക, എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് ഉപയോഗിച്ച് അവർക്ക് എന്താ പറയുക കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ്. ഇനി മാത്രമല്ല എന്താ പറയാ എംബ്രയോളജി സർവീസസ് എന്ന് വെച്ചാൽ ഈ എന്താ പറയാ എംബ്രയോളജി എന്ന് പറയുമ്പോൾ ഭ്രൂണശാസ്ത്രം സംബന്ധമായിട്ടുള്ള വെട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൃത്രിമ ഗർഭധാരണത്തിലൂടെയും കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭാഗവും ഈ ഒരു ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ആണ്. ബോത്ത് മെൻ ആൻഡ് വിമനിൽ ഉണ്ടാകുന്ന റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഈ ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുക, അങ്ങനെ വിട്രോ ഫെർട്ടിലൈസേഷൻ കൃത്രിമ ഗർഭധാരണം നടത്തുക എന്നുള്ളതൊക്കെ ആണ് ചെയ്യുക. അപ്പൊ ഇതൊന്ന് എഴുതി വെച്ചേക്കട്ടെ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് എന്താന്ന് ഒന്ന് എഴുതി വെച്ചേക്കാട്ടാ. അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ART എന്നതിന് ഷോർട്ട് ഫോം ഉണ്ട്. അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്നും പറയും അതിന്. അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ബ്രാക്കറ്റില് ART. ART ഒരു ഹൈഫൻ ഇട്ടിട്ട് ചെയ്താ ഇറ്റ്സ് ദ ട്രീറ്റ്മെന്റ്, ഇറ്റ് ഈസ് ദ ട്രീറ്റ്മെന്റ് which deals with the treatment which deals with the infertility both in men and women, അതൊരു ടെക്നിക്കാണ്, ടെക്നോളജിയാണ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ART എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക, അതിന് മരുന്നിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ച് എന്താ പറയാ അവരെ ഫെർട്ടിലിറ്റിയിലേക്ക് കൊണ്ടുവരാം. അതായത് അവർക്ക് കൃത്രിമ ഗർഭധാരണം മുതലായ എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് എന്താ പറയാ കുട്ടികൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. എംബ്രയോളജി എന്താണെന്നൊന്ന് മലയാളത്തിൽ എഴുതി വെച്ചേക്കട്ടെ. ഭ്രൂണശാസ്ത്രം, എംബ്രയോളജി, ഭ്രൂണശാസ്ത്രം. ചിലതിന്റെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വേർഡ് കിട്ടിയെന്ന് വരില്ല, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എംബ്രയോളജി, ഭ്രൂണശാസ്ത്രം. വിട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം. വിട്രോ, VITRO, വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൃത്രിമ ഗർഭധാരണം എന്നർത്ഥം. ART-യിലൂടെയാണ് എന്താ പറയാ സ്ത്രീകളിൽ നിന്ന് എഗ്സ് എടുത്തിട്ട് അത് വിമന്റെ എന്താ പറയാ
ഓവറീസിൽ നിന്നും ഇതെന്താ ഈ എഗ് എടുത്തിട്ട് അത് സ്പേമുമായിട്ട് ലാബില് എന്താ പറയാ കമ്പൈൻ ചെയ്ത് അങ്ങനെയൊക്കെ എന്നിട്ട് വീണ്ടും തിരിച്ച് സ്ത്രീയുടെ ഓവറിയിലേക്ക് തന്നെ നിക്ഷേപിക്കുന്ന ഒരു ഇതാണ് ART നടത്തുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇതൊക്കെ. അതാണ് കൃത്രിമ ഗർഭധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് മനസ്സിലായോ? ഒബ്സ്റ്റെട്രിക്സ് എന്താണെന്ന്? ചൈൽഡ് ബിഫോർ ചൈൽഡ് ബർത്ത്, ഡ്യൂറിങ് ദ ചൈൽഡ് ബർത്ത്, ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് നടത്തുന്ന മദറിനും ചൈൽഡിനും ഒക്കെ കിട്ടുന്ന സർജിക്കൽ ട്രീറ്റ്മെന്റുകളാണ് ഒബ്സ്റ്റെട്രിക്കിൽ വരിക. ART എന്ന് പറയുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ്. ഇത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ബോത്ത് മെൻ ആൻഡ് വിമനിൽ ഉണ്ടാകുന്നത് കണ്ടെത്തുകയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തുകയും അതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഫെർട്ടിലിറ്റി കൊണ്ടുവരാനായിട്ട് അതിനെന്ത് ചെയ്യുന്നു, ഈ ART എന്ന് പറയുന്ന പ്രൊസീജിയർ ആണ് അവർ ഉപയോഗിക്കുക. അപ്പൊ വിമന്റെ ഓവറിയിൽ നിന്ന് സ്പേംസിനെ എടുത്തിട്ട് അത് എഗ് എടുത്തിട്ട് അത് സ്പേമുമായിട്ട് കമ്പൈൻ ചെയ്ത് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ നിക്ഷേപിക്കുക. അതാണ് വെട്രോ ഫെർട്ടിലൈസേഷനിലൂടെ. ഓക്കെ, അപ്പൊ ഇന്ന് ഏതൊക്കെയാ നമ്മൾ പറഞ്ഞ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്? പറഞ്ഞേ, തുടങ്ങിയാ ഞാൻ പറ. ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഗാസ്ട്രോഎൻറ്ററോളജി, ഗൈനക്കോളജി, ഒബ്സ്റ്റെട്രിക്സ്, അത്രയും വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാലോ അല്ലെ? സിമ്പിൾ അല്ലേ? ഇന്നത്തെ വലിയ കുഴപ്പമില്ലല്ലോ. നമുക്ക് സാധാരണ വേഗം വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ്. ഇനി എക്സ്ട്രാ തന്നിരിക്കുന്ന നോട്ട് കൂടി അതെന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. എക്സ്ട്രാ തന്നിരിക്കുന്ന നോട്ട് കൂടി വായിക്കണേ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ചെയ്താട്ടോ. ക്വസ്റ്റ്യൻ ഇത് വരുമ്പോൾ നമ്മുടെ സമയം കുറച്ച് പോകും. അതുകൊണ്ടാ ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻസ് തരാഞ്ഞ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ ഒക്കെ തീരുമ്പോഴേക്കും അല്ലെങ്കിൽ പകുതി ആകുമ്പോഴേക്കും നമുക്ക് തരാം. ഓക്കെ, അപ്പൊ വായിച്ചു നോക്കുമല്ലോ അല്ലെ? നന്നായിട്ട് വായിച്ചു നോക്കണേ. ക്വസ്റ്റ്യൻസും അല്ല ടോപ്പിക്കുകൾ ഓരോന്ന് എന്താണെന്ന്, ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തിനെ ഹാൻഡിൽ ചെയ്യുന്നതാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി ഇരിക്കാം. ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.